ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഗൾഫിലേക്ക് കുറച്ച് വേക്കൻസി വന്നു. നിങ്ങളത് വിസ കൊടുക്കാമെന്നും പറഞ്ഞ് ആൾക്കാരിൽ നിന്ന് പണം കളക്ട് ചെയ്തു. ആയതുപോലെ തന്നെ നിങ്ങൾക്ക് പല പദ്ധതികളുണ്ടെന്നും ഈ കമ്പനി ഒറിജിനൽ കമ്പനിയാണ്, കമ്പനിയുടെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റാണ്, നിഷാദിൻ്റെ കമ്പനിയാണ്, MD ആണ്, ഇത്ര രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര രൂപ നിങ്ങൾ ലാഭം തരാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഓരോ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടും പണം നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ഇത്ര ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര രൂപ ഇത്രാം ദിവസം തരുമെന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാനത്തിലും ഇത് എല്ലാ ട്രേഡിംഗ് കമ്പനി നടന്നത് പക്കാ ട്രേഡിംഗ് ആണെന്നും ഇതിൻ്റെ MD നിഷാദാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് നാട്ടുകാരിൽ നിന്ന് പണം വാങ്ങുകയും നിയമവിരുദ്ധമായിക്കൊണ്ട് നിങ്ങൾ പണം വാങ്ങി കൈവശം വെച്ച് നിങ്ങൾ ദുർവിനിയോഗം ചെയ്യുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ചീറ്റിംഗ് കേസ് നിൽക്കും, മണി ലോണ്ടറിംഗ് കേസ് നിൽക്കും, മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് പ്രകാരം നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യും. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിലെല്ലാവരും പിൻസ്റ്റോക്കിസ്റ്റും പ്രൊമോട്ടേഴ്സും നിഷാദും ഇവരൊന്നും പുറലോകം കാണൂല. അതുകൊണ്ട് നിഷാദിന്റെ ശിങ്കടികളായ പിൻസ്റ്റോക്കിസ്റ്റൊന്നും വെറുതെ അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള ധാരണയുണ്ടെങ്കിൽ അത് നടക്കില്ല. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. പാവങ്ങളായ ജനങ്ങളുടെ പൈസ പറ്റിച്ചെടുത്ത് ആഡംബര കാറുകളിലും ആഡംബര ജീവിതവും സുഖലോലുപതയിൽ മയങ്ങി ആറാടി ജീവിക്കുന്ന പിൻസ്റ്റോക്കിസ്റ്റുകളും എനിക്കൊരുപാട് അറിയാം. അവന്റെ ശിങ്കടികളും വെറുതെ വിടൂല. കേരളക്കരയിലെ വീട്ടമ്മമാരും കൂലിപ്പണിക്കാരും നിങ്ങളെ വെറുതെ വിടൂല. അതിനുള്ള നിയമമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും പട്ടീനെ ആടാക്കാൻ നോക്കല്ലേ എൻ്റെ ലീഡേഴ്സുകളെ കേട്ടോ.